കർണാടകയിലെ ധർമ്മസ്ഥല. ആ ധർമ്മസ്ഥലയിൽ വിദ്യാർത്ഥിനികളെ യൂണിഫോം സഹിതം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടു എന്നുള്ള വാർത്തകൾ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. പിന്നീട് അത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് ഇരയാക്കപ്പെട്ട നിരവധി മൃതദേഹങ്ങളെ തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു എന്ന് അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളി വർഷങ്ങൾക്ക് ശേഷം ആത്മവേദനയോടെയും പശ്ചാത്താപത്തോടെയും വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തലിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. കേരള വിഷൻ ന്യൂസ് അതിൻ്റെ പിറകെ അന്വേഷണ പരമ്പര ആരംഭിച്ചിരിക്കുന്നു. ആ അന്വേഷണ പരമ്പരയിൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള ദുരൂഹതകൾക്കും. കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. സംഘത്തിൽ നിന്ന് 2 അംഗങ്ങൾ പിന്മാറിയേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോസഫ് അഗസ്റ്റിൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മോട് അല്പസമയത്തിനകം നൽകും. കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹമരണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. സംഘത്തിൽ നിന്ന് 2 അംഗങ്ങൾ പിന്മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.